Hi coders, ഇന്ന് നമ്മുടെ ഗിറ്റ് ആൻഡ് ഗിറ്റബ് ട്യൂട്ടോറിയലിന്റെ രണ്ടാമത്തെ സെക്ഷനാണ്. ഇന്ന് നമ്മൾ പഠിച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ പ്രൊജക്റ്റ്, അതായത് നിങ്ങളുടെ പൈത്തൺ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, റിയാക്ട് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, നോഡ് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, എന്ത് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് എങ്ങനെ ഗിറ്റ് ഹബിൽ പുഷ് ചെയ്യാന്നാണ്. ഓക്കെ, സോ ഇന്നത്തെ ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഗിറ്റബ് പോയി റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഈ ലോക്കലായുള്ള നമ്മുടെ പ്രൊജക്റ്റിന് നിങ്ങളിപ്പോൾ VS Codeൽ ഞാനിപ്പോൾ റിയാക്ട് പ്രൊജക്റ്റ് ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളെ ഏതാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ ഒരു പ്രൊജക്റ്റ് നമ്മളെ ഗിറ്റബിലേക്ക് എങ്ങനെ പുഷ് ചെയ്യാന്നാണ്. ഓക്കെ, സോ ഇനീഷ്യലി നിങ്ങളെ കഴിഞ്ഞ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറക്റ്റായിട്ട് ആ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റൂ. ഓക്കെ, സോ ഇനീഷ്യലി ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൈമിൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു റിയാക്ട് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, എന്ത് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മുടെ ഗിറ്റബിലേക്ക് ഈ ഒരു ഗിറ്റബിലേക്ക് നമുക്ക് പുഷ് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് ഇടണം. സോ ഇതിലേക്ക് ഇടണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ഇവിടെ ഒരു സാധനം നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടെങ്കിൽ അവിടെ ഒരു ബക്കറ്റോ, പിന്നെ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, അത് ഇടണ്ടെങ്കിൽ ഒരു ബാഗ് വേണം. സോ ആ ബാഗ് എന്ന രീതിയിൽ ഗിറ്റബിൽ ഒരു റെപ്പോസിറ്ററി എന്ന് പറയാം. ഈ കോഡൊക്കെ കൊണ്ട് ഇടുന്ന ഒരു റെപ്പോസിറ്ററി ഉണ്ട്. സോ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഗിറ്റബ് ഓപ്പൺ ആക്കി വെക്കുക, ഇതിലൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി ഉണ്ട്, ഇവിടെ ഒന്നും കാണുന്നില്ല. ജസ്റ്റ് ഇവിടെ പോയിട്ട് യുവർ റെപ്പോസിറ്ററി എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ന്യൂ എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. സോ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെപ്പോസിറ്ററിന്റെ പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഹലോ വേൾഡ് എന്നുള്ള ഒരു റെപ്പോസിറ്ററിന്റെ പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ട് തരത്തിൽ നമുക്ക് റെപ്പോസിറ്ററി ആക്കാം, പ്രൈവറ്റും ആക്കാം, പബ്ലിക്കും ആക്കാം. എന്തിനാണ് പ്രൈവറ്റ്, എന്തിനാണ് പബ്ലിക്? പബ്ലിക് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വേറെ കമ്പനീസിലേക്കോ ഇന്റർവ്യൂവിനോ കാര്യങ്ങളോ പോകുമ്പോൾ നിങ്ങളെ കോഡിംഗ് സ്റ്റാൻഡേർഡും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പബ്ലിക്കലായിട്ട് നമ്മുടെ കോഡ് പബ്ലിക്കിന് കാണാൻ പറ്റും, നിങ്ങൾ ഈ ഒരു പബ്ലിക് റെപ്പോസിറ്ററിയിൽ ക്രിയേറ്റ് ചെയ്താൽ. പക്ഷേ നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഡാറ്റാസ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ കമ്പനി പ്രൊജക്ട്സ് ആവുമ്പോൾ അത് പ്രൈവറ്റ് റെപ്പോസിറ്ററിയിലാണ് ഹോസ്റ്റ് ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പബ്ലിക് റെപ്പോസിറ്ററിയിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. പബ്ലിക്കിൽ സെലക്ട് ചെയ്യാം. സോ അതിനുശേഷം ബാക്കിയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് കൊടുത്ത ആ ഒരു റെപ്പോസിറ്ററി നമ്മുടെ ഈ ഒരു ഗിറ്റബ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു റെപ്പോസിറ്ററി മാത്രമല്ല, നിങ്ങൾക്ക് എത്ര റെപ്പോസിറ്ററി വേണ്ടെങ്കിലും ഉണ്ടാക്കാം, നമ്മുടെ എത്ര പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും. ഓക്കെ, സോ നമ്മൾ റെപ്പോസിറ്ററി ബക്കറ്റ് ഉണ്ടാക്കി, അത് നമ്മുടെ ഈ ഒരു ബാഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇനി കയ്യിലുള്ള പുസ്തകം നമ്മുടെ കയ്യിലുള്ള കോഡ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൊജക്റ്റിലേക്ക് വന്നു. നിങ്ങൾ എന്ത് പ്രൊജക്റ്റ് ആണോ അത് ഓപ്പൺ ചെയ്ത് വെക്കുക. സോ അതിൽ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇനി ടെർമിനലാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ പരിപാടിയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഗിറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാ പ്രൊജക്റ്റും നമ്മൾ ഗിറ്റിന് നിങ്ങൾ പുഷ് ചെയ്യാത്തില്ല. നിങ്ങൾ ഗിറ്റ് ഒരു പ്രൊജക്റ്റ് തുടങ്ങി ഗിറ്റ് ഒന്നും അതിൽ യൂസ് ചെയ്തില്ലെങ്കിൽ, ഫസ്റ്റ് ഗിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ, ഗിറ്റബിലേക്ക് പുഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കമാൻഡ് ഗിറ്റ് ഇനീറ്റ് എന്നുള്ള ഒരു കമാൻഡാണ്. ഇതിനെ പറയും ഗിറ്റ് ഇനീഷ്യലൈസേഷൻ എന്നാണ്. സോ നമ്മൾ ഗിറ്റ് ഇനീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, സോ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ ഇനീഷ്യലൈസ് ചെയ്ത സാധനങ്ങൾ നമ്മളെ ലോക്കലി നമ്മൾ ഗിറ്റിൽ കുറച്ച് പരിപാടി ചെയ്യും. അത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഗിറ്റബിലേക്ക് ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഗിറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോക്കലി എന്തൊക്കെ നിങ്ങൾ ചേഞ്ചസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങളെ ലോക്കലി ട്രാക്ക് ആവുന്നതാണ്. സോ അടുത്ത് ചെയ്യാൻ പോകേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കറക്റ്റ് ഈ സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഗിറ്റ് ആഡ് ചെയ്ത ശേഷം ഗിറ്റ് കമ്മിറ്റ് എന്നുള്ള സംഭവം ഉണ്ട്. കറക്റ്റ് സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. /m എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് കൊടുക്കാനാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനൊരു മെസ്സേജ് കൊടുക്കാം, കൊട്ടേഷനിലാണ് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് കമ്മിറ്റ്, എൻ്റെ ഫസ്റ്റ് കമ്മിറ്റ് ആണെന്ന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നു, ഫസ്റ്റ് കമ്മിറ്റ് എന്ന് ജസ്റ്റ് എൻ്റർ അമർത്തുക. ഓക്കെ, സോ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ, അതായത് ലോക്കലി ഗിറ്റിൽ ഈ ഒരു മാസ്റ്റർ എന്നുള്ള ബ്രാഞ്ചിലാണ് ഉള്ളത്. സോ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നത്തിങ് ടു കമ്മിറ്റ് ഓൾറെഡി ഡോട്ട് അടിച്ച് ഇപ്പോൾ ഓൾറെഡി എല്ലാത്തിലും ട്രാക്ക്ഡ് ആണ്, കമ്മിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇനി അടുത്ത ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്ന വെക്കുന്നുണ്ടാവും, മീൻസ് നിങ്ങൾ ഗിറ്റ് അറിയില്ലെങ്കിൽ അവിടെ കോഡ് ഗിറ്റിൽ പുഷ് ചെയ്ത് അങ്ങനെ ആക്കിയേ ഇങ്ങനെ ആക്കിയേ എന്താണ് അവർ പറയുന്നത്, നമുക്കൊന്നും മീൻസ് അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ
ഇനി അടുത്ത നമ്മൾ എസെൻഷ്യൽ ആയുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്നതാണ്. നമ്മുടെ കോഡ്, ഈ ഒരു പ്രൊജക്റ്റിലെ കോഡ് നമ്മൾ നമ്മുടെ ഈ ഒരു ഗിറ്റബിലേക്ക് പുഷ് ചെയ്യാൻ പോക്കാണ്. സോ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു റെപ്പോസിറ്ററിനും ഈ ഒരു സാധനത്തിനും നമ്മൾ ലിങ്ക് ചെയ്യണം. സോ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു കമാൻഡ് ഉണ്ട്, ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്നുള്ള ഈ ഒരു കമാൻഡ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു റെപ്പോസിറ്ററിയും നമ്മുടെ ഈ ലോക്കലായുള്ള ഈ ഒരു നമ്മുടെ പ്രൊജക്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാം. ആ ഒരു റെപ്പോസിറ്ററി ഇവിടെ ആഡ് ചെയ്യാം. ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ ഇത് അടിക്കുക, എൻ്റർ അമർത്തുക. ഓക്കെ, അപ്പോൾ ആ ഒരു റെപ്പോസിറ്ററിയിലെ സാധനം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഗിറ്റബിലേക്ക് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ഗിറ്റ് ഇനിറ്റ് ചെയ്തു, പിന്നെ ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്നുള്ള സാധനം ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇത് രണ്ടും ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഗിറ്റ് ആഡ് ഡോട്ട് എന്താണ്, ഗിറ്റ് കമ്മിറ്റ് എന്താണെന്ന്. ഓക്കെ, സോ ഇതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു സെയിം സാധനങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട്, പിന്നെ ഗിറ്റ് കമ്മിറ്റ് ശേഷം സോ യുവർ മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഇടുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് യുവർ മെസ്സേജ് ഇട്ടതാണ്, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇടുക. ഓക്കെ, എൻ്റർ അമർത്തുക. ഓക്കെ, സോ എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ട്. നമ്മുടെ ലോക്കലി സെറ്റപ്പ് ചെയ്ത് ഇതിലേക്ക് പോവാൻ റെഡിയായി നിന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ റെഡിയായി നിൽക്കുന്ന, അതായത് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കലാണ്, റെഡിയായി നിൽക്കുന്ന ആൾക്കാരെ ഇനി പുഷ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക നമ്മൾ ബേക്കുന്നത്. സോ അതിനുള്ള കമാൻഡ്, ലാസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള കമാൻഡ്, മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡ് ഗിറ്റിലേക്ക് പുഷ് ചെയ്യണമെങ്കിൽ ഗിറ്റ് പുഷ് യു ഒറിജിൻ, നമ്മുടെ ബ്രാഞ്ചിന്റെ പേരാണ് ഇവിടെ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ എന്നാണുള്ളത്. സോ ഈ ഒരു സാധനം നോക്കിയാൽ കാണാം, ലോക്കലി ഇതിന്റെ ബ്രാഞ്ച് മാസ്റ്റർ എന്നാണുള്ളത്. നിങ്ങൾ എന്താണ് മെയിൻ, ചിലർക്ക് മെയിൻ ഉണ്ടാവും, ചിലർക്ക് മാസ്റ്റർ ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ കേസിൽ മാസ്റ്റർ ആയിരിക്കും. ജസ്റ്റ് ഈ ഒരു പേര് ഇവിടെ ഒറിജിൻ കഴിഞ്ഞിട്ട് കൊടുക്കുക. ഫസ്റ്റ് പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും /u ഉപയോഗിക്കണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതേപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് എൻ്റർ അമർത്തുക. സോ അന്നേരം എന്താ വരികയെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഗിറ്റബിനെ കണക്ട് ചെയ്യേണ്ട ഒരു മെസ്സേജ് വരും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻ വിത്ത് ഒരു ബ്രൗസർ എന്ന് അടിക്കുക. സോ നമ്മുടെ ബ്രൗസറിലേക്ക് ഓപ്പൺ ചെയ്ത് വരും. ജസ്റ്റ് ഔതറൈസ് ഗിറ്റ് എക്കോസിസ്റ്റം എന്ന് വരും. ഓക്കെ, ജസ്റ്റ് ഔതന്റിക്കേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഔതന്റിക്കേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ VS കോഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാധനം ഇവിടെ കാണാം, പുഷ് ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അത് കാണണമെങ്കിൽ നമ്മുടെ ഇതിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കോഡും ജസ്റ്റ് ഒന്ന് ഓക്കെ, ജസ്റ്റ് ഗിറ്റബിന്റെ ഇടക്കിടക്കുള്ള സീനാണ്, നമുക്കാന്ന് അറിയില്ലാന്നല്ലോ. ഓക്കെ, അത് വിടാം. ജസ്റ്റ് നമുക്ക് ആ ഒരു റെപ്പോസിറ്ററിയിൽ നമ്മൾ ആ പുഷ് ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗിറ്റിലേക്ക് പുഷ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഇതിപ്പോ നമ്മുടെ പ്രോജക്റ്റ് പുഷ് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ റിയാക്ടിന്റെ സെക്ഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോട്ട് ഗിറ്റ് ഇഗ്നോർ. ഞാൻ പറഞ്ഞുതരാം ഗിറ്റിന്റെ സെക്ഷൻ എടുക്കുമ്പോൾ. ഈ ഡോട്ട് ഗിറ്റ് ഇഗ്നോർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ലാർജ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഐ മീൻ നമുക്ക് പിന്നെ അത് ക്ലോൺ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ മീൻസ് ബേസിക്കലി നമ്മൾ ഗിറ്റിന്റെ കോഡിലേക്ക് അയച്ചു കൊടുക്കൂല. ഈ നോഡ് മൊഡ്യൂൾസ് എന്ന സാധനം കണ്ടോ, ഇത് നല്ല MB ഉള്ള സാധനങ്ങളാണ്. സോ ഇത് നമ്മൾ ബേസിക്കലി ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുമ്പോൾ കൊടുക്കാറില്ല. സോ അങ്ങനെയുള്ള വേണ്ടാത്ത സാധനങ്ങൾ കൊടുക്കുക, മീൻസ് ഗിറ്റ് ഇഗ്നോർ ചെയ്യാൻ, ഗിറ്റിലേക്ക് കൊടുക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിറ്റ് ഇഗ്നോർ എന്നുള്ള ഫോൾഡർ ഉള്ളത്. സോ അതിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഇവിടെ കൊടുക്കാം. സോ ഇവിടെ നോഡ് മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ നോഡ് മൊഡ്യൂൾസ് എവിടെയും വന്നിട്ടില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഗിറ്റബിലേക്ക് പുഷ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയാക്കി, അപ്പൊ നിങ്ങൾ ഡൗട്ട് അടിക്കുമ്പോൾ ഇനി എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ ഗിറ്റിനിറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കണോ, പുഷ് ഒറിജിൻ ആണോ കൊടുക്കണ്ടേ? സോ അങ്ങനെയുള്ള ഡൗട്ട് കോമൺ ആയിട്ട് വരും. സോ ജസ്റ്റ് നിങ്ങളെ ഏതാണോ പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റ് എടുക്കുക. ജസ്റ്റ് ഫയലൊന്ന് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ റിയാക്ടിന്റെ ഫയലൊന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കൺട്രോൾസ് അടിച്ച് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സേവ് ചെയ്ത് കഴിഞ്ഞു. സോ ജസ്റ്റ് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വന്നിരുന്നറിയാൻ ഗിറ്റ് സ്റ്റാറ്റസ് എന്നുള്ള കമാൻഡ് കൊടുക്കാം. ഇത് ജസ്റ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഫയൽസിന് ചേഞ്ചസ് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏത് ഫയലിലാണ് ചേഞ്ച് ചെയ്തത്, app.jsൽ അല്ലേ. സോ app.jsൽ മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ,
ഓക്കെ. സോ ഏതൊക്കെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ കറന്റ് എന്താണ് നമ്മുടെ ഗിറ്റ് നമ്മൾ എന്തെങ്കിലും ലോക്കലി ചേഞ്ചസ് ആയിരുന്നോ അതൊക്കെ കാണിക്കാൻ പാടുള്ള കമാൻഡാണ് ഗിറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത്. സോ അതൊക്കെ അത്രയേ ഉള്ളൂ. സോ നമ്മൾ ഈ കാര്യം ചേഞ്ച് ചെയ്തല്ലോ. ഓക്കെ, ഇത് എപ്പോഴും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ മേജർ ആയിട്ട് അടിക്കേണ്ട ഫസ്റ്റ് കമാൻഡ് ഈ ചേഞ്ച് ചെയ്ത സാധനങ്ങളില്ലേ നമ്മുടെ ആഡ് ചെയ്യുക. സോ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് അടിക്കുക. ഓക്കെ, അതിനുശേഷം ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട്. ഓക്കെ, കമ്മിറ്റ് ഗിറ്റ് കമ്മിറ്റ് /m എൻ്റെ സെക്കൻഡ് കമ്മിറ്റ്. നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സെക്കൻഡ് കമ്മിറ്റ് എന്ന് കൊടുത്തത്. ഓക്കെ, സോ വൺസ് എ ഫയൽ ചേഞ്ച്ഡ് ഫോർ ഇൻസേർഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കാര്യമല്ല. ഗിറ്റ് ആഡ് ഡോട്ട് അടിക്കണം, പിന്നെ ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണം. സോ അടുത്ത എസെൻഷ്യൽ സ്റ്റെപ്പ് എന്താണ്? പുഷ്. ഗിറ്റ് പുഷ്. ഇനി ഒറിജിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒറിജിൻ മാത്രം കൊടുത്താൽ. നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഫസ്റ്റ് നിങ്ങൾ പുഷ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചേഞ്ച് ചെയ്തോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മീൻസ് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പുഷ് ചെയ്യുന്ന സമയത്ത് ഗിറ്റ് പുഷ് ഒറിജിൻ, ആ ബ്രാഞ്ചിന്റെ പേര് മാസ്റ്റർ. ഈ ബ്രാഞ്ചിന്റെ ഇപ്പോൾ പേര് മാസ്റ്റർ എന്നാണ്. സോ മാസ്റ്റർ എന്നുള്ള ഡയറക്റ്റ് പേര് കൊടുത്താൽ മതി. ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ /u കൊടുക്കണ്ടു. സോ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ പോയി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം നൗ ഇപ്പോൾ എൻ്റെ സെക്കൻഡ് കമ്മിറ്റ് എന്നുള്ള ഈ ഒരു സാധനം വന്നിട്ടുണ്ടാവും. സോഴ്സ് ഫോൾഡർ എടുത്തിട്ട് app.js പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ ഗിറ്റ് നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ ഗിറ്റബിലേക്ക് ഹോസ്റ്റ് ചെയ്യും. ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു ഡെവലപ്പർ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഗിറ്റിലെ കാര്യങ്ങൾ. ഓക്കെ, സോ ഇനിയും നമ്മൾ അഡ്വാൻസ് ആയുള്ള കാര്യങ്ങൾ അടുത്ത ട്യൂട്ടോറിയൽ പറയുന്നതാണ്. സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗിറ്റിലെ നമ്മളെ ചേഞ്ചസ് ഒക്കെ നമ്മൾ ഗിറ്റബിലേക്ക് ഹോസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള ലോക്കലി കുറച്ച് കാര്യങ്ങളുണ്ട്, മെർജിങ്, പിന്നെ ബ്രാഞ്ച്, വേറൊരു പുതിയ ബ്രാഞ്ചിലേക്ക് മാറല്, അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം ഈ ക്ലാസ്സിലെ. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നിങ്ങൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഗിറ്റിന് ഇരുന്ന് കൊടുക്കുക, പിന്നെ ഗിറ്റ് ആഡ് ഡോട്ട് ആ ഫയൽസ് ഒക്കെ ആഡ് ചെയ്യുക, പിന്നെ ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. ഇതൊക്കെ ഓരോ കമ്മിറ്റ് ഐഡിയ ആയിട്ടാണ് പോകുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ പിന്നെ ഫസ്റ്റ് ടൈം ആണ് കൊടുക്കുന്നതെങ്കിൽ /u ഒറിജിൻ ആ ഒരു ബ്രാഞ്ച് നെയിം കറസ്പോണ്ടിങ് ആ താഴെയുള്ള ബ്രാഞ്ച് നെയിം കൊടുക്കുക, മാസ്റ്ററോ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, സോ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആ ഒരു ഫയലിൽ ചേഞ്ചസ് ചെയ്തു, അപ്പോൾ നിങ്ങൾ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ഡോട്ട് കമ്മിറ്റ് പിന്നെ ഗിറ്റ് പുഷ് ഒറിജിൻ ആ വേണ്ട ആ ഒരു ബ്രാഞ്ച് നെയിം മതി. രണ്ടാമത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്തൊക്കെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഇനീറ്റും വേണ്ട, ഈ ഒരു /u വേണ്ട, ഈ ഒരു 3 സാധനങ്ങൾ മാത്രം മതി. ഓക്കെ, സോ ഇത്രയാണ് നമ്മളൊരു പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് നമ്മുടെ ഗിറ്റബിലേക്ക് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ചെയ്ത് കാണിച്ചുതരാം, ഒരു പ്രൊജക്റ്റും കൂടി ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കാം. മൈ ആപ്പ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ജസ്റ്റ് ഞാൻ VS Code ഓപ്പൺ ചെയ്ത് തരാം. ഓക്കെ, VS Code ഓപ്പൺ ചെയ്ത് തരാം. ജസ്റ്റ് ടെർമിനലിൽ പോയി ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്തു. സോ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഈ ഗിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗിറ്റബ് പോയിട്ട് ഒരു ബക്കറ്റ്, ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. ഈ റെപ്പോസിറ്ററി പോവാം. ഇവിടെ ന്യൂ എന്നുണ്ടാവും. ന്യൂ സെക്കൻഡ് റെപ്പോസിറ്ററി ഞാൻ പേര് കൊടുക്കുന്നു, റെപ്പോ. സോ പബ്ലിക് ആണ്. ക്രിയേറ്റ് റെപ്പോസിറ്ററി അടിക്കുന്നു. ഓക്കെ, നമ്മുടെ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയി. ഇനി നമ്മളെ കോഡിലേക്ക് വരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഗിറ്റ് ഇനീറ്റ് എന്ന് കൊടുക്കുന്നു, ഇനീഷ്യലൈസ് ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ ഈ ഒരു റെപ്പോസിറ്ററി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. സോ Ctrl+C Ctrl+V. സോ അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്, ഗിറ്റ് ആഡ് ഡോട്ട് ഓക്കെ ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് പിന്നെ ഒരു കമ്മിറ്റ് മൈ ഫസ്റ്റ് കമ്മിറ്റ്. ഓക്കെ, സോ അതിനുശേഷം എസെൻഷ്യൽ ആയ സ്റ്റെപ്പ് എന്താണ്, പുഷ് ചെയ്യുക. ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പുഷ് ആവുന്നതാണ്. കണ്ടോ, ആ മറ്റേ സൈൻ ഇൻ വിത്ത് അങ്ങനെ ആ ഒരു ഫസ്റ്റ് ബോക്സ് വന്നില്ല, അത് ഫസ്റ്റ് ടൈമിൽ മാത്രമേ വരൂ. ഓക്കെ, സോ ഇത് നമ്മുടെ ഗിറ്റബിലേക്ക് പുഷ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം.
റിഫർ ചെയ്യുക. ഗിറ്റബിൻ്റെ ഇഷ്യൂ ആണ് നമ്മുടെ എല്ലാം. സോ ആ ഒരു കോഡ് മൈ ഫസ്റ്റ് കമ്മിറ്റ് എന്നുള്ള ആ ഒരു ഫുൾ എൻറ്റയർ കോഡ് ഈ ഒരു റെപ്പോസിറ്ററിയിലേക്ക് സെറ്റായി പുഷായി വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ആൻഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിന്റെ ലിങ്ക്സ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ താങ്ക് യു ഗൈസ്.